ഹലോ ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലാണ്. ഞങ്ങളുടെ ചാനലിൻ്റെ പേര് റയാൻസ് ക്രിയേഷൻസ് ക്രാഫ്റ്റ് വ്ളോഗ് എന്നാണ്. ഞങ്ങൾ ഒമാനിൽ മസ്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് എഴുതണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ പറഞ്ഞു തരിക. ഓക്കെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. അത് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഇന്ന് ഞാനൊരു തേങ്ങ അരച്ച മത്തിക്കറിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തേങ്ങയിൽ പച്ചമുളകും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാൻ ഉപയോഗിച്ചത്. കുറച്ച് മല്ലിപ്പൊടി. പൊടികളൊക്കെ എൻ്റെ ഒരു കൈ അളവാണ് കേട്ടോ. എത്ര ടീസ്പൂൺ ടേബിൾ സ്പൂൺ അതൊന്നും എനിക്കറിയില്ല. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, അതും കൂടി ഇട്ട് നമ്മൾ തേങ്ങ നല്ലതുപോലെ അരച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ എരിവിന് വേണ്ടി 3-4 പച്ചമുളക് ഞാൻ ഇടുന്നുണ്ട്. കാശ്മീരി മുളക് അത്ര എരിവില്ലാത്തതാണ്, അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇടുകയാണ്. പിന്നെ ആവശ്യത്തിന് 3-4 ചെറിയ ഉള്ളിയും കൂടെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യമായിട്ടും വേണ്ട ഒരു സാധനം പുളിയാണ്. അപ്പോൾ നമ്മൾ ഗ്യാസിൽ ചട്ടി വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3-4 ഉലുവ ഇടുക. ഉലുവ കുറച്ചിട്ടാൽ മതിയാവും. ഉലുവ ഒന്ന് ചൂടായി പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി എല്ലാം ചട്ടിയിലോട്ടിട്ടൊന്ന് നല്ലപോലെ വഴറ്റണം. നല്ലപോലെ മൂത്ത് വരുന്നവരെ നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. ഇത്രയും മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ചാറ് എത്രയും വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കണം. ഞങ്ങൾക്ക് ഇച്ചിരി ചാറ് കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പുളി ഒഴിക്കുക. ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നാണ്, ആ വെള്ളത്തോടുകൂടി ഞാൻ ചേർക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് തിളയ്ക്കട്ടെ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക.
ഇതൊന്ന് അടച്ചു വെച്ച് തിളക്കട്ടെ. നമ്മുടെ ചാറ് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുകയാണ്. മീനെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കും. മീനൊന്ന് വേകട്ടെ. അപ്പോൾ നമ്മുടെ മീനെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് പുളിയും ഉപ്പും എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.